ന്യൂസ് നെസ്റ്റിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഓണം മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഘോഷമാണ്. ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്തതും മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് മാവേലി. മഹാബലി ചക്രവർത്തി മലയാളികളെ അഥവാ തൻ്റെ പ്രജകളെ കാണാനെത്തുന്നു എന്ന സങ്കല്പത്തിൽ നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നതാണ് മാവേലി. അങ്ങനെ ഉത്തര കേരളത്തിൽ, വടക്കൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാവേലി വേഷത്തിലെത്തുന്ന ഒരു മാവേലിയെ ആണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സിനിമ നടനും വാദ്യ കലാകാരനും അതിലുപരി പയ്യന്നൂർ അമ്പലത്തിലെ പെരുമാളിൻ്റെ സേവകനുമായ മദനൻ മാരാർ ഇന്ന് നമ്മോടൊപ്പം. പയ്യന്നൂരിൻ്റെ ഓണ ഓർമ്മകളിൽ മാവേലി എന്നാൽ മദനേട്ടനാണ്. മദനേട്ടൻ്റെ മാവേലി അത്രയും പ്രസിദ്ധമാണ്. അപ്പോൾ പയ്യന്നൂരിൻ്റെ മാവേലി മദനേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക്, മാവേലി ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് യാത്രയാവാം. മദനേട്ട, എന്തൊക്കെയാണ് മാവേലിയെ കുറിച്ച് പറയാനുള്ളത്? മാവേലി വേഷത്തെക്കുറിച്ച്. മാവേലി വേഷത്തെക്കുറിച്ച് പറയാച്ചാൽ വളരെ 1990 ഞാനിത് കെട്ടാൻ പഠിക്കുകയാണ്. അപ്പോൾ എനിക്കിത് കെട്ടുമ്പോൾ ഒരു ആനന്ദം മാവേലി കിട്ടും. ഒരു മഹാബലി തമ്പുരാൻ, ഒരു രാജ്യം ഭരിച്ച ഒരു തമ്പുരാണ് മഹാബലി തമ്പുരാൻ. അദ്ദേഹത്തിൻ്റെ വേഷം ചെയ്യാവുന്ന വലിയ കാര്യം. അപ്പോൾ അത് തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് ആദ്യം ഞാൻ സപ്പോർട്ട് ചെയ്തു. എന്ന് വെച്ചാൽ അവരെന്നെ തിരഞ്ഞെടുത്തല്ലോ, അങ്ങനെയാണല്ലോ ഞാനിത് ഫേമസ് ആവണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അതുകൊണ്ട് ഞാനെന്ത് വെച്ചാൽ ഈ മഹാബലി തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വലിയ ലാൻഡല്ല. അതുപോലെ ഞാൻ പെരുന്തോന്ന് പോകും. കാരണം ഞാൻ പൈസ വാങ്ങിക്കില്ല. വേഷത്തിൻ്റെ പൈസയും മേക്കപ്പിൻ്റെ പൈസയും മാത്രം കൊടുക്കാൻ വേണ്ടി പറയും പാർട്ടിയോട്. ഞാൻ പൈസ വാങ്ങിക്കും. അത് ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ കെട്ടേണ്ടി വരും. ഇത് പിന്നെ അപ്പോൾ അങ്ങനെ കിട്ടിയാലും ഞാൻ പൈസ വാങ്ങിക്കില്ല. എങ്ങനെയാണ് ഈ ഒരു മാവേലി വേഷത്തിലേക്ക് എത്തിപ്പെട്ടത്? എത്തിപ്പെടുന്നത് 1990 സ്കൂളിൽ കെട്ടാൻ വേണ്ടി പറഞ്ഞു മാവേലി ഒരു ആവശ്യം വന്നു. അപ്പോൾ ആ സമയത്ത് പോയി കെട്ടി. അപ്പോൾ അങ്ങനെ കിട്ടിയ സമയത്ത് എല്ലാവരും അഭിപ്രായം പറഞ്ഞു, നിങ്ങളെ മാവേലി പ്രത്യേക വെറൈറ്റി മാവേലി ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഞാനും ചോദിച്ചു, ശരി തന്നെ ഇത് അങ്ങനെ ഞാൻ കെട്ടാം. ഈ മാവേലി വേഷത്തിന്റെ, ഇത്രയും കാലത്തെ മാവേലി വേഷത്തിനിടയിൽ രസകരമായ എന്തെങ്കിലും സംഭവങ്ങൾ അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും മാവേലി അനുഭവങ്ങൾ പറയാൻ പറ്റും? ഉണ്ട്. അതിൽ നമ്മളെ സ്കൂളിൽ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ നമ്മളെ കാണുമ്പോൾ ഭയങ്കര ആവേശത്തുള്ളൂ. അവർ വിചാരിക്കുന്നത് നമ്മൾ ഒറിജിനൽ മാവേലിയാണ്. അപ്പോൾ അവർ വെച്ചാൽ നമ്മൾക്ക് വന്നിട്ട് ഇങ്ങനെ ഉള്ളി നോക്കും, ഇതൊരു സംഭവം എന്നാണ്. അപ്പോൾ അവർക്ക് അത് അതിലൊക്കെ ഭയങ്കര സംഭവം. നമ്മൾ വിചാരിക്കാത്ത കാര്യമില്ലേ, ഇങ്ങനെ നമ്മൾ ഉള്ളി നോക്കുമ്പോൾ നമ്മൾ തന്നെ എത്തും സംഭവം. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഒറിജിനൽ മാവേലി അത് വരുന്നതെന്ന് അവർ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒറിജിനൽ മാവേലി അവർ വിചാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം. അതിനപ്പുറം സന്തോഷം വേറില്ല. അത്ര സന്തോഷം. അതായത് കുട്ടികൾ വന്ന് നുള്ളി നോക്കും. പിന്നെ ആ നുള്ളി കുട്ടികളൊന്നും നുള്ളി നോക്കും. ചില കുട്ടികളല്ലേ അവർ പെട്ടെന്ന് കാണുന്നല്ലേ മഹാബലി തമ്പുരാനെ കാണുന്നവരില്ല. അപ്പോൾ അവർ ആദ്യമായിട്ട് കാണുന്നവരില്ലേ, അപ്പോൾ അവർ നമ്മൾ നുള്ളി നോക്കും. നുള്ളി നോക്കിയില്ല. അപ്പോൾ ഞാൻ നുള്ളുമ്പോൾ നമുക്ക് കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് അത്ര ജിജ്ഞാസയാണ് ഇതെന്ന സംഭവം എന്നില്ല അറിയുമ്പോൾ. അവർ ഭയങ്കര സംഭവം, അതൊരു മറക്കാൻ പറ്റുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ കൂടുതൽ സ്കൂളിലേക്കെല്ലാം എപ്പോൾ വിളിച്ചാൽ അന്ന് ഞാൻ സമയം ഉണ്ടാക്കിയിട്ട് പോകും. ഇന്ന് തിരുവോണ നാളിൽ തീർച്ചയായും മാവേലി വേഷം ഉണ്ടാവില്ലേ? ഇന്ന് വേഷമുണ്ട്. എവിടെയാണത്? ഇന്ന് വേഷം വെച്ചാൽ നമ്മളെ ഒരു 1-2 ആഡ് വേണം, പരസ്യങ്ങൾ. ചെറിയ പരസ്യം അവർ എന്നോട് ആവശ്യപ്പെട്ടു. അതും അവരോട് ഞാൻ എന്താ പറയാ, പൈസ കൊടുക്കണ്ടോ? ഞാൻ കൃത്യമായി വന്ന് ശരി, ഒരു പൈസ കൊടുക്കണ്ടോ? അതായത് മാവേലിയുടെ വേഷത്തിന് പൈസ കൊടുക്കണ്ട, മേക്കപ്പ് നേരിട്ട് മാവേലിയായി ഈ ഓണപരിപാടികൾക്ക് എത്തിയതല്ലാതെ വേറെ എന്തൊക്കെ രീതിയിൽ മാവേലി വേഷം കിട്ടും? മാവേലി വേഷം വെച്ചാൽ ഞാനിവിടെ നമ്മുടെ സ്വാമിജി കൃഷ്ണാനന്ദ ഭാരതി അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, മദനേട്ട സ്റ്റേജിലേക്ക് ഒരു മാവേലി വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സദസ്സിൽ ഒരു മാവേലി കിട്ടുക പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. കാരണം വെച്ചാൽ അദ്ദേഹം അങ്ങനെയൊന്നും വിളിക്കില്ല. അദ്ദേഹത്തോട് പല ആൾക്കാർ പറഞ്ഞാൽ അദ്ദേഹത്തിന് തോന്നി ഒന്ന് വേണം. അദ്ദേഹം സ്പെഷ്യലായിട്ട് കണ്ടിരുന്നു. അത് ഓണം കഴിഞ്ഞ് സ്പെഷ്യലായിട്ട് കണ്ടിരുന്നു. സ്റ്റേജിൽ വെച്ചിട്ടൊക്കെ ഇന്റർവ്യൂ ചെയ്തു. നല്ല ഗംഭീര സംഭവമായിരുന്നു. അത് വെച്ചാൽ മറക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ സ്വാമിജിയുടെ പരിപാടി പറഞ്ഞാൽ ഈ പിന്നെ 115 ദിവസം 121 ദിവസം കഴിഞ്ഞ വർഷം 115 ദിവസം ആ സമയത്താണ് ഇത് വിളിച്ചത്. അപ്പം അതിലൊരു ആകാവുന്ന ഭയങ്കര സംഭവം. ഈ കാര്യം എന്ന് പറഞ്ഞാൽ അത് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഭയങ്കര സംഭവം. അതുപോലെ തന്നെ ഒരുപാട് ഏടുകൾ കൊടിറ്റും മേശാറ്റും അങ്ങനെ ഒരുപാട് ഏടുകൾ. ഇതുവരെ ഒരുപാട് മാധ്യമങ്ങള്, ചാനലുകളൊക്കെ ഈ മാവേലി വേഷത്തെ കുറിച്ച് പ്രസിദ്ധീകരിക്കുകയും വാർത്തകൾ കൊടുക്കുകയും ചെയ്തു. ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ട്?
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞില്ല മനോരമ, ദേശാഭിമാനി, എല്ലാ പത്രങ്ങളും, ഏഷ്യാനെറ്റ് ഒരു ദിവസം എനിക്ക് എന്നെ മാവേലി ഞാൻ കിട്ടുന്നതിനോട് ചോദിച്ചു എവിടെയാണ് കിട്ടുന്നത് ചോദിച്ചു. ഞാൻ മാവേലി കിട്ടുന്നത് പയ്യാവൂരാണെന്ന് തോന്നുന്നു. പയ്യാവൂരേക്ക് വന്നു അവർ, എന്നിട്ട് അവിടുന്ന് അവർ ഷൂട്ട് ചെയ്തു. എന്നിട്ടാണ് അവർ ഓണത്തിന് കൊടുത്തത് മാവേലി വേഷം. പിന്നെ ഫുള്ള്. അതേപോലെ മദനേട്ടൻ ഇപ്പൊ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, 3-4 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? കൊസ്രാക്കോളികൾ, പിന്നെ കുത്തൂട്, പിന്നെ റോമ 6, പിന്നെ ഇത് അച്യുതന്റെ അവസാന ശ്വാസം. ഇനി ഒരു സിനിമയില് മാവേലി വേഷം കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് സ്വീകരിക്കും? തീർച്ചയായും ഏറ്റവും സന്തോഷമുള്ള പിന്നെ 100% മാവേലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ തീർച്ചയായും. ഓക്കെ, ഇന്നത്തെ തിരുവോണ ദിവസം, ഇന്നിപ്പോ തിരുവോണ ദിവസമാണ്. നമ്മോടൊപ്പം മാവേലി തമ്പുരാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് മാവേലിയായി മറ്റൊരു വേദിയിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകരോട് തിരുവോണമായി ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാൻ? തിരുവോണമായിട്ട് എല്ലാ സമ്പദ് സമൃദ്ധി നല്ലൊരു തിരുവോണം ഇതാവട്ടെ, ഈ കൊല്ലകൂടി അങ്ങനെ കടന്നു പോകട്ടെ, ഇനിയുള്ളതും കടന്നു പോകട്ടെ എന്നത് എനിക്ക് താങ്കളുടെ മാവേലിയെ കാത്തിരിക്കുന്നവരോട്, അല്ലെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിൽ മാവേലിയെ കാത്തിരിക്കുന്നവർ, മദനേട്ടന്റെ മാവേലിയെ കാത്തിരിക്കുന്നവരോട് എന്ത് പറയാനുണ്ട്? അതെ, ഇനിയും മാവേലി ഉണ്ടാവും, തീർച്ചയായിട്ടും ഇനിയും നല്ല നല്ല മാവേലികൾ ഇനിയും ഉണ്ടാവും. ധൈര്യത്തിൽ സമീപിക്കാം. കാരണം എന്ന് വെച്ചാൽ സാധാരണ ഒരു മാവേലി, ഞാൻ പറഞ്ഞില്ലേ മാവേലി പോലെയല്ല, ഞാൻ പറഞ്ഞില്ല എന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കോസ്റ്റ്യൂം തന്നെ വ്യത്യാസം. ഞാൻ ചെയ്യുന്ന കോസ്റ്റ്യൂം തന്നെ വ്യത്യാസം. സാധാരണ മാവേലിക്ക് ചെയ്യുന്ന കോസ്റ്റ്യൂം മറ്റേ ഒരു പടച്ചട്ടിലും വെച്ച് കെട്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നതല്ല, അതൊരു മാലകളെല്ലാം പ്രത്യേക തന്നെ സ്വന്തമായി കോസ്റ്റ്യൂം തയ്യാറാക്കി വെച്ചു മാവേലിക്ക് വേണ്ടി. ഈ വർഷത്തിൽ ഒരു തവണയല്ലേ ഇത് ഉപയോഗിക്കാൻ പറ്റും? അത്രയും മതിയല്ലോ. അപ്പൊ അതിനുവേണ്ടി അതൊന്നും ആവില്ല, അത് മാറ്റി എടുക്കും, അത്രേ ഉള്ളൂ. ആ ഒരു സാധനം അതുപോലെ ആ ഇതന്നെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ട് അടുത്ത വർഷത്തേക്ക് വേണ്ടി. തീർച്ചയായും. മദനേട്ടാ, ഈ കുട്ടികളെ നുള്ളി നോക്കി എന്ന് പറയുന്ന ഒരു കൗതുകമാണ്. കുട്ടികൾ തീർച്ചയായിട്ടും ഇത് മനുഷ്യനാണോ അല്ല വേറെ എന്ത് കാണുന്നു കൗതുകത്തിലാണ് നോക്കുന്നത്. അതല്ലാതെ മാവേലി എന്ന് പറയുന്നത് വലിയൊരു തമ്പുരാനാണ്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു തമ്പുരാന് അല്ലെങ്കിൽ ഒരു രാജാവിന് കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ കിട്ടിയിരുന്നു. കാരണം വെച്ചാൽ പയ്യാവൂര് കിട്ടിയ സമയത്ത് കുറച്ച് വയസ്സായ ആൾക്കാർ, വയസ്സിൽ അവർ തൊഴുകയും, നമ്മളിങ്ങനെ തൊഴുകയും തമ്പുരാനെ എന്തോ തൊഴുകയും. ആ തൊഴുന്ന് പറയുമ്പോൾ നമുക്കല്ലേ അത് ഒരു അതിശയല്ലേ, അതും വലിയൊരു കാര്യമാണ്. ആ പറയും കുട്ടികളെ പോലെ എന്താണ് ഈ വയസ്സായവരും കാണുമ്പോൾ തൊഴുന്നത്. പല പല മേഖലയായുണ്ട് പ്രത്യേകിച്ചും, കാരണം അവരങ്ങനെ കാണുന്നില്ല. ഈ ഒരു വേഷഭൂഷ അതിലുള്ള. അത് മാത്രമല്ല ബസ്സിൽ പോകുന്നവർ എല്ലാവരും തൊഴുന്നു. കാരണം അവർ നോക്കുന്നിങ്ങനെ ഇതെന്താ സംഭവം. ടൗണിൽ നിന്ന് ഫുൾ ടൗണിലാണ് നടന്നത്, പക്ഷെ ഫുൾ നോക്കുന്നു. ആ ബസ് സ്റ്റാൻഡിൽ പോയ സമയത്ത് ഞാൻ നേരിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് പിന്നെ എല്ലാവരും കൈ പിടിച്ച് എല്ലാവരും ആശംസ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും അതിശയം നോക്കുക, ഇതാരാ ആള് എന്ന സംഭവം. ആ ഒരു സംഭവം വേറെ തന്നെ. മദനേട്ടാ, കേരളത്തില് മദനേട്ടന്റെ മാവേലി അത്രയും പ്രസിദ്ധമായത്. അതെ, കേരളത്തിന് പുറത്ത് എവിടെയൊക്കെ മാവേലി ചെയ്യാൻ? പുറത്ത് വെച്ചാല് ബാംഗ്ലൂർ കിട്ടിയിട്ടുണ്ട്, പിന്നെ അതുപോലെ പിന്നെ മംഗലാപുരം കിട്ടി, പിന്നെ കൂടാതെ മലേഷ്യ കിട്ടി. ഓ, അപ്പൊ മാവേലി കടൽ കടന്നതുപോലെ മലേഷ്യ കിട്ടി. അതിന്റെ ഓർമ്മകൾ എങ്ങനെയാണ്? മലേഷ്യ കെട്ടാൻ പറ്റി ഇവിടുന്ന് കോസ്റ്റ്യൂം എല്ലാം തയ്യാറാക്കി കൊണ്ടുപോയി, കൊണ്ടുപോയി. പക്ഷെ അവിടുന്ന് മേക്കപ്പിന് നമ്മളെ കൂടെ വരുന്ന ഒരാൾ വന്ന് മേക്കപ്പ്, അതിന് അധികം വലിയ മേക്കപ്പ് ഒന്നുമില്ല, സാധാരണ മേക്കപ്പ് ചെയ്ത് അങ്ങനെ ചെയ്തു. അത് അന്നേരം പിന്നെ മീശ വെച്ചോണ്ട് പിന്നെ മീശക്ക് ചെറിയൊരു ഇതാക്കിയേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കി പ്രശ്നമില്ല, ബാക്കി നമുക്ക് മേക്കപ്പ് സാധിച്ചു വെച്ചു അത് ചെയ്തിട്ട് അന്നേരം അത് ഗ്രൂപ്പായിട്ടാണ്. തീർച്ചയായും മദനേട്ടന്റെ മാവേലി കേരളത്തിൽ ഇത്രയും പ്രസിദ്ധമായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് മദനേട്ടന്റെ രൂപത്തോടൊപ്പം തന്നെ ആ വേഷത്തെ ഇത്രയും ഭംഗിയാക്കുന്ന ആളുകൾ കൂടിയുണ്ട്. തീർച്ചയായിട്ടും. നമ്മുടെ രാജേഷ് എന്നാളാണ്, രാജേഷ് കുഴുമൻ, അദ്ദേഹമാണ് എന്റെ. ഞാൻ അയാളല്ലാണ്ട് വേറൊരാളെ വെക്കില്ല. എന്തുകൊണ്ട് വെച്ചാല് അയാൾ തന്നെ വെക്കുന്നത് നമുക്കൊരു മേക്കപ്പ് വേണം, നമുക്ക് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം വേണമെങ്കിൽ അതുപോലെ മേക്കപ്പ് ആയിരിക്കും. അപ്പൊ അങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ് രാജേഷ് കുഴുമൻ. അദ്ദേഹത്തെ അതുകൊണ്ട് ഞാൻ ഇവിടെ പോകുമ്പോ അദ്ദേഹത്തെ കൂടി അദ്ദേഹത്തിന് ഒരു ഓണാശംസ കൊടുക്കാം. തീർച്ചയായും രാജേഷ് കുഴുമലിന് എല്ലാവിധ ഓണാശംസയും നേരുന്നു. ഇന്ന് ഇപ്പൊ മാവേലി കെട്ടാൻ അദ്ദേഹം തന്നെ ആയിരിക്കും. ഇന്നത്തെ ഈ തിരുവോണായത് ഇന്ന് മാവേലിട്ടത് ഇന്ന് മേക്കപ്പ് അദ്ദേഹം തന്നെ ഇന്നത്തെ മേക്കപ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ മാവേലിയുടെ വടക്കൻ കേരളത്തിലെ മാവേലിയുടെ ഓണാശംസകൾ കൂടി പിന്നെ ഇതിന്റെ ഒരു പ്രചോദനം എന്ന് വെച്ചാൽ ഒരു പ്രചോദനമുണ്ട്. എന്റെ അമ്മയുടെ ആങ്ങള നടന്ന ശിവാലം മാഷ്, ഡാൻസ് മാഷ്, അദ്ദേഹമാണ് ചെറുപ്പത്തിൽ അദ്ദേഹത്തെ ഡാൻസിൽ, അതായത് പിന്നെ ഡാൻസിൽ അഭിനയിച്ചു, അതായത് നാടക ട്രോഫി ഞാൻ ഡാൻസ് കളിച്ചു. അപ്പോൾ അന്ന് എനിക്ക് വേഷം മഹാവിഷ്ണുവിന്റെ വേഷമാണ്. അത് 10 വർഷക്കാലം മഹാവിഷ്ണു കിട്ടി. അങ്ങനെ സ്റ്റേജിന്റെ ആ ഒരു സ്റ്റേജ് ഫീവർ ഇല്ല എനിക്ക്. അദ്ദേഹം 10 വർഷം മഹാവിഷ്ണു കിട്ടിയിട്ട് അവിടെ. അപ്പൊ ആ അമ്മാവനാണ് എന്നെ ഇതിലേക്ക് ആദ്യം കൊണ്ടുവരുന്നത്.
മാവേലിയല്ല വേദിയിലേക്ക്. വേദിയിലേക്ക് വന്നു. അപ്പൊ ആ മഹാവിഷ്ണു കിട്ടിയില്ല ആ ഒരു ശീലം കൊണ്ട് അത് മാവേലിലേക്ക് വന്നു. അപ്പൊ അമ്മാവെന്ന് പറഞ്ഞാല് ഞാൻ ഡാൻസ് പിന്നെ കൂടുതൽ പഠിച്ചില്ല. നമ്മളിപ്പോ ഒരു രംഗാഭിനയിക്കുക ആ രംഗത്തിൽ അത് മാത്രമേ പഠിച്ചിട്ടു, അത് മാത്രമേ ഉപയോഗിച്ചിട്ടു. അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ അങ്ങോട്ട് പോയില്ല. ഇല്ലെങ്കിൽ ഞാൻ ഒരു ഡാൻസർ ആയിട്ടുണ്ടാവും. പക്ഷെ മാവേലി നഷ്ടമായിരുന്നു. മാവേലി വടക്കൻ കേരളത്തിന് മനോഹരമായ ഒരു മാവേലി അല്ലെങ്കിൽ സുന്ദരനായ ഒരു മാവേലി നഷ്ടമായിരുന്നു ഡാൻസർ ആയിരുന്നെങ്കിൽ. തീർച്ചയായും എല്ലാവർക്കും ഒരു സംശയമുണ്ട്, പൊതുവെ ജനങ്ങൾക്ക് ഈ മഹാബലി തമ്പുരാൻ എന്തുകൊണ്ട് ഇത്ര വണ്ണം വെച്ച് തടി വെച്ച് എല്ലാ പിക്ചർ കാണുന്നതും വെളുത്തടിച്ചിട്ടാണ് വലിയ വയറ്. പക്ഷെ പിന്നെ മുമ്പ് ഒരാൾ വരച്ചു വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ പിന്നെ വളരെ മെലിഞ്ഞിട്ട് സംഭവം. ശരിക്കും പറഞ്ഞാൽ ഈ മഹാബലി തമ്പുരാൻ ഒരു തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഇയാൾ 6 പാക്കിൽ ഒരു രാജാവാണ്. ശരിക്കും രാജാവനാണ്, 6 പാക്കിൽ രാജാവാണ്. ഈ രാജാവിനെ അത് ആ രാജാവിനെ പഠിച്ചോണ്ടാണ് ഇന്ദ്രൻ വരെ പഠിച്ചു വന്നത്. ഇന്ദ്രൻ വരെ പഠിക്കണമെന്ന ദിവസം അത് 6 പാക്കിൽ രാജാവായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു രാജാവാണ്, നല്ല യുദ്ധ ഇതിലെ രാജാവാണ് ഇയാളാ. അപ്പൊ ഇന്ദ്രന് പേടി വന്നിട്ടാണ് ഇയാളാ മഹാവിഷ്ണു പറഞ്ഞത് മഹാവിഷ്ണു അവിടെ താക്കുന്നതാണ്. പാതാളത്തേക്ക് അയാൾ പോയി. പിന്നെ അയാൾക്ക് വേറെ പണിയൊന്നുമില്ല. പാതാളത്തിൽ പാതാള രാജ്യം രൂപീകരിച്ചു ആക്കി. ഒരു പണി അയക്കില്ല. അയാൾക്ക് വെറുതെ തിന്നൽ കൊടുക്കുക മാത്രം. അങ്ങനെ വല്ല ഭക്ഷണം കഴിച്ച് കുടിച്ചത്. അതാണ് ഇപ്പോഴത്തെ മാവേലി. ഇത് ചരിത്രമാണോ അല്ല മധുരാട്ടിന്റെ അഭിപ്രായം? ഇല്ല, ശരിക്കും ചരിത്രം തന്നെ. ശരിക്കും അതല്ലാതെ കണ്ട് വേറെ വരാൻ സാധ്യതയില്ല. കാരണം നമ്മള് ഫോട്ടോ കാണുന്നില്ലേ, നമ്മൾ 6 പാക്ക് തന്നെ. രാജാവ് എന്ന് പറയുമ്പോൾ ഒരു വിദ്യയില്ലേ, യുദ്ധ. അതുപോലെ അയാളെ ഇന്ദ്രൻ പഠിക്കുന്നത്. ഇന്ദ്രൻ പഠിക്കുന്നത് തന്നെ ആലോചിക്കുന്നത്. അതെ, ഈ പറഞ്ഞതിലൊരു യുക്തിയുണ്ട്. എന്നാൽ പോലും നമ്മുടെ പുരാണങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ചിത്രകാരൻ വരച്ചു വെച്ചിരിക്കുന്ന മനോഹരമായ ചിത്രങ്ങളാണ് ഇന്നത്തെ ദൈവരൂപങ്ങളായാലും പുരാണ രൂപങ്ങളായാലും. കാരണം നമ്മളാരും കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ആയിരിക്കാം മാവേലിയും. പക്ഷെ മധുരേട്ടൻ പറഞ്ഞതിൽ ഒരു യുക്തിയുണ്ട്. 6 പാക്ക് രാജാവൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അയാൾക്ക് എക്സസൈസ് ചെയ്യാനും മറ്റു കാര്യങ്ങളും സൗകര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ ഒരു 6 പാക്ക് രാജാവായിരിക്കാം. യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തടിച്ച് വലിയ ആവണമെന്നില്ല. ഏതായാലും മധുരേട്ടന്റെ യുക്തി മനോഹരമായിട്ടുണ്ട്. നമുക്ക് മാവേലി അങ്ങനെയും സങ്കല്പിക്കാം. അതെ, തീർച്ചയായിട്ടും. ഓക്കെ മധുരേട്ട, ഇന്ന് തിരുവോണ ദിവസം നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് ഒരു ഓണാശംസകൾ, മാവേലിയുടെ ഒരു ഓണാശംസകളോട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നല്ല നന്മ നിറഞ്ഞ നല്ലൊരു ഓണാശംസകൾ നേരും. തിരുവോണ നാളിൽ മാവേലി തമ്പുരാൻ നമ്മോടൊപ്പം, ന്യൂസ് നെസ്റ്റിന് വേണ്ടി മാവേലി തമ്പുരാൻ തന്നെ നമ്മോടൊപ്പം എഴുന്നള്ളിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാവേലി ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. കടൽ കടന്ന് മലേഷ്യക്കപ്പുറം പല രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ മാവേലി പ്രസിദ്ധമാവട്ടെ എന്ന് ആശംസിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. തയ്യാറാക്കി വെച്ചു മാവേലിക്ക് വേണ്ടി ഈ വർഷത്തിൽ ഒരു തവണയല്ലേ ഇത് ഉപയോഗിക്കാൻ പറ്റും? അത്രയും മതിയല്ലോ. അപ്പൊ അതിനുവേണ്ടി അതൊന്നും ആവില്ല, മാറ്റി എടുക്കും. അത്രേ ഉള്ളൂ. ആ ഒരു സാധനം അതുപോലെ ഇതെല്ലാം ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ട് അടുത്ത വർഷത്തേക്ക് വേണ്ടി. തീർച്ചയായും മധുരേട്ടാ, ഈ കുട്ടികളെ നുള്ളി നോക്കി എന്ന് പറയുന്ന ഒരു കൗതുകമാണ്. കുട്ടികൾ തീർച്ചയായിട്ടും മനുഷ്യനാണോ അല്ല വേറെ എന്തെങ്കിലും കൗതുകത്തിലാണ് നോക്കുന്നത്. അതല്ലാതെ ഇപ്പൊ മാവേലി എന്ന് പറയുന്നത് വലിയൊരു തമ്പുരാനാണ്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു തമ്പുരാൻ അല്ലെങ്കിൽ ഒരു രാജാവിന് കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ കിട്ടിയിരുന്നു. കാരണം വെച്ചാൽ പയ്യാവൂര് കിട്ടിയ സമയത്ത് കുറച്ച് വയസ്സായ ആൾക്കാർ, വയസ്സില്ല, അവർ തൊഴുവേ നമ്മളിങ്ങനെ തൊഴയും തമ്പുരാനെ എന്തോ തൊഴിൽ. ആ തൊഴിൽ എന്ന് പറയുമ്പോൾ നമുക്കല്ലേ അത് ഒരു അതിശയല്ലേ, അതും വലിയൊരു കാര്യമാണ്. അതുപോലെ കുട്ടികളെ പോലെയല്ലാണ് ഈ വയസ്സായവരും കാണുമ്പോൾ തൊഴുന്നത്. പല പല മേഖലയായുണ്ട് പ്രത്യേകിച്ചും. കാരണം അവരങ്ങനെ കാണുന്നില്ല. അയ്യൊരു വേഷം പൂട്ടാതിരിക്കുകയാണ്. അത് മാത്രമല്ല ബസ്സിൽ പോകുന്നവർ എല്ലാവരും തൊഴുന്നു. കാരണം അവർ നോക്കുന്നിങ്ങനെ ഇതെന്താ സംഭവം. ടൗണിൽ നിന്ന് ഫുൾ ടൗണിലാണ് നടന്നത്. പക്ഷെ ഫുൾ നോക്കുന്നു. ആ ബസ് സ്റ്റാൻഡിൽ പോയ സമയത്ത് ഞാൻ നേരിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് പിന്നെ എല്ലാവരും കൈ പിടിച്ച് എല്ലാവരും ആശംസ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും അതിശയം നോക്കുക ഇതാരാ ആള് എന്ന സംഭവം. ആ ഒരു സംഭവം വേറെ തന്നെ. മധുരേട്ടാ, കേരളത്തില് മധുരേട്ടന്റെ മാവേലി അത്രയും പ്രസിദ്ധമായത്. അതെ, കേരളത്തിന് പുറത്ത് എവിടെയൊക്കെ മാവേലി ചെയ്യാൻ? പുറത്ത് വെച്ചാല് ബാംഗ്ലൂർ കിട്ടിയിട്ടുണ്ട്, പിന്നെ അതുപോലെ പിന്നെ മംഗലാപുരം കിട്ടി, പിന്നെ കൂടാണ് മലേഷ്യ കിട്ടി. ഓ, അപ്പൊ മാവേലി കടൽ കടന്നു. ആ കടന്നു പോയി മലേഷ്യ കിട്ടി. അതിന്റെ ഓർമ്മകൾ എങ്ങനെയാ? മലേഷ്യ കെട്ടാൻ പറ്റി ഇവിടുന്ന് കോസ്റ്റ്യൂം എല്ലാം തയ്യാറാക്കി കൊണ്ടുപോയി കൊണ്ടുപോയി. പക്ഷെ അവിടുന്ന് മേക്കപ്പിന് നമ്മളെ കൂടെ വരുന്ന ഒരാൾ അവിടുന്ന് മേക്കപ്പ്, അത് അധികം വലിയ മേക്കപ്പ് ഒന്നുമില്ല, സാധാരണ മേക്കപ്പ് ചെയ്ത് അങ്ങനെ ചെയ്തു. അത് അന്നേരം പിന്നെ മീശ വെച്ചോണ്ട് പിന്നെ മീശക്ക് ചെറിയൊരു ഇതാക്കിയതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കി പ്രശ്നമില്ല. ബാക്കി നമുക്ക് മേക്കപ്പ് സാധനം ചെയ്യുന്ന അത് ചെയ്തിട്ട് അത് ഗ്രൂപ്പായിട്ടാണ് വരും. തീർച്ചയായും മധുരേട്ടന്റെ മാവേലി കേരളത്തിൽ ഇത്രയും പ്രസിദ്ധമായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് മധുരേട്ടന്റെ രൂപത്തോടൊപ്പം തന്നെ ആ വേഷത്തെ ഇത്രയും ഭംഗിയാക്കുന്ന ആളുകൾ കൂടി ഉണ്ടാവും. ഭംഗിയാക്കുന്ന ആളുകൾ കൂടി ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ രാജേഷ് എന്ന ആളാണ്, രാജേഷ് കുഴുമ്പൻ, അദ്ദേഹമാണ് എന്റെ
മാവേലി വേഷത്തിൽ ചെയ്യും. ഞാൻ അയാളല്ലാണ്ട് വേറെ ആളെ വെക്കില്ല. എന്തുകൊണ്ട് വെച്ചാൽ അയാൾ തന്നെ വെക്കുന്ന നമുക്കൊരു മേക്കപ്പ് വേണം, നമുക്ക് നമ്മളെ മനസ്സ് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം വേണമെങ്കിൽ അതുപോലെ മേക്കപ്പ് ആയിരിക്കും. അപ്പൊ അങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ രാജേഷ് കുഴൽപ്പ. അദ്ദേഹത്തെ മാവേലി. അതുകൊണ്ട് ഞാൻ ഇവിടെ പോകുമ്പോൾ അദ്ദേഹത്തെ കൂടി അദ്ദേഹത്തിന് ഒരു ഓണാശംസ കൊടുക്കാം. തീർച്ചയായും രാജേഷ് കുഴൽപ്പലിന് എല്ലാവിധ ഓണാശംസയും നേരുന്നു. ഇന്ന് ഇപ്പൊ മാവേലി കെട്ടാൻ അദ്ദേഹം തന്നെ ആയിരിക്കും. ഇന്നത്തെ ഈ ഇതിനോടായത് ഇന്ന് മാവേലി കെട്ടത് ഇന്ന് മേക്കപ്പ് അദ്ദേഹം തന്നെ ഇന്നത്തെ മേക്കപ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ മാവേലിയുടെ വടക്കൻ കേരളത്തിലെ മാവേലിയുടെ ഓണാശംസകൾ കൂടി പിന്നെ ഇതിന്റെ ഒരു പ്രചോദനം എന്ന് വെച്ചാൽ ഒരു പ്രചോദനമുണ്ട്. എന്റെ അമ്മയുടെ ആങ്ങള നടന്ന ശിവാലം മാഷ്, ഡാൻസ് മാഷ്, അദ്ദേഹമാണ് ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ ഡാൻസിൽ, അതായത് പിന്നെ ഡാൻസിൽ അഭിനയിച്ചു, അതായത് നാടക ട്രൂപ്പിൽ ഞാൻ ഡാൻസ് കളിച്ചു. അപ്പോൾ അന്ന് എനിക്ക് വേഷം മഹാവിഷ്ണു വേഷം 10 വർഷക്കാലത്ത് മഹാവിഷ്ണു കിട്ടി. അങ്ങനെ സ്റ്റേജിന്റെ ആ ഒരു സ്റ്റേജ് ഫീവർ ഇല്ല എനിക്ക്. അദ്ദേഹം 10 വർഷം മഹാവിഷ്ണു കിട്ടിയിട്ട് അവിടെ. അപ്പൊ ആ അമ്മാവനാണ് എന്നെ ഇതിലേക്ക് ആദ്യം കൊണ്ടുവരുന്നത്. മാവേലിയല്ല, ഇതിലേക്ക് വേദിയിലേക്ക് കൊണ്ടു. അപ്പൊ ആ മഹാവിഷ്ണു കിട്ടിയില്ല ആ ഒരു ശീലം കൊണ്ട് മാവേലിലേക്ക്. അപ്പൊ അമ്മാവെന്ന് പറഞ്ഞാല് ഞാൻ ഡാൻസ് പിന്നെ കൂടുതൽ പഠിച്ചില്ല. നമ്മളിപ്പോ ഒരു രംഗാഭിനയിക്കുക, ആ രംഗത്തിൽ അത് മാത്രമേ പഠിച്ചിട്ടു, അത് മാത്രമേ ഉപയോഗിച്ചിട്ടു. അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ അങ്ങോട്ട് പോയില്ല. ഇല്ലെങ്കിൽ ഞാൻ ഡാൻസർ ആയിട്ടോ. പക്ഷെ മാവേലി നഷ്ടമായിരുന്നു. മാവേലി വടക്കൻ കേരളത്തിന് മനോഹരമായ ഒരു മാവേലി അല്ലെങ്കിൽ സുന്ദരനായ ഒരു മാവേലി നഷ്ടമായിരുന്നു ഡാൻസർ ആയിരുന്നെങ്കിൽ. തീർച്ചയായും. എല്ലാവർക്കും ഒരു സംശയമുണ്ട്, പൊതുവെ ജനങ്ങൾക്ക്, ഈ മഹാബലി തമ്പുരാൻ എന്തോട് ഇത്ര വണ്ണം വെച്ച് തടി വെച്ച് എല്ലാം പിക്ചർ കാണുന്നതും വെളുത്തടിച്ചിട്ടാണ്, വലിയ വയറ്. പക്ഷെ പിന്നെ മുമ്പ് ഒരാൾ വരച്ചു വെച്ചിട്ട് വെച്ചാൽ പിന്നെ വളരെ മെലിഞ്ഞിട്ട് തന്ന. ശരിക്കും പറഞ്ഞാൽ ഈ മഹാബലി തമ്പുരാൻ ഒരു തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഇയാൾ 6 പാക്കിൽ ഒരു രാജാവാണ്. ശരിക്കും രാജാവനാണ് 6 പാക്കിൽ രാജാവ്. ഈ രാജാവിനെ അത് ആ രാജാവിനെ പഠിച്ചോണ്ട് ഇന്ദ്രൻ വരെ പഠിച്ചു വന്നു. ഇന്ദ്രൻ വരെ പഠിക്കുന്ന 6 പാക്കിൽ രാജാവായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു രാജാവാണ്, നല്ല യുദ്ധ ഇതിലെ രാജാവാണ് ഇയാളാ. അപ്പൊ ഇന്ദ്രന് പേടി വന്നിട്ടാണ് ഇയാളാ മഹാവിഷ്ണു പറഞ്ഞിട്ട് മഹാവിഷ്ണു അവിടെ താക്കുന്നതാണ്. പാതാളത്തേക്ക് അയാൾ പോയി. പിന്നെ അയാൾക്ക് വേറെ പണിയൊന്നുമില്ല. പാതാള രാജ്യം രൂപീകരിച്ചു ആക്കി. ഒരു പണി അയക്കില്ല. ഞങ്ങൾക്ക് വെറുതെ തിന്നൽ കുടിക്കുക മാത്രം. അങ്ങനെ വല്ല ഭക്ഷണം കഴിച്ച് കുടിച്ചത്. അതാണ് ഇപ്പോഴത്തെ മാവേലി. ഇത് ചരിത്രമാണോ അല്ല മധുരാട്ടിന്റെ അഭിപ്രായം? ഇല്ല, ശരിക്കും ചരിത്രം തന്നെ. ശരിക്കും അതല്ലാതെ കണ്ട് വേറെ വരാൻ സാധ്യതയില്ല. കാരണം നമ്മള് ഫോട്ടോയിൽ കാണുന്നില്ലേ, നമ്മളെ 6 പാക്ക് തന്നെ. രാജാവ് എന്ന് പറയുമ്പോൾ ഒരു ഇതില്ലേ, യുദ്ധ. അതുപോലെ അയാളെ ഇന്ദ്രൻ പഠിക്കുന്നത്. ഇന്ദ്രൻ പഠിക്കുന്നത് തന്നെ ആലോചിക്കുന്നത്. അതെ, ഈ പറഞ്ഞതിലൊരു യുക്തിയുണ്ട്. എന്നാൽ പോലും നമ്മുടെ പുരാണങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ചിത്രകാരൻ വരച്ചു വെച്ചിരിക്കുന്ന മനോഹരമായ ചിത്രങ്ങളാണ് ഇന്നത്തെ ദൈവരൂപങ്ങളായാലും പുരാണ രൂപങ്ങളായാലും. അത് നമ്മളാരും കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ആയിരിക്കാം മാവേലിയും. പക്ഷെ മധുരട്ടൻ പറഞ്ഞതിൽ ഒരു യുക്തിയുണ്ട്. 6 പാക്ക് രാജാവൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ആൾക്ക് എക്സസൈസ് ചെയ്യാനും മറ്റു കാര്യങ്ങളും സൗകര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ ഒരു 6 പാക്ക് രാജാവായിരിക്കാം. യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തടിച്ച് വലിയ ആവണമെന്നില്ല. ഏതായാലും മധുരട്ടന്റെ യുക്തി മനോഹരമായിട്ടുണ്ട്. നമുക്ക് മാവേലി അങ്ങനെയും സങ്കല്പിക്കാം. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, മധുരട്ട ഇന്ന് തിരുവോണ ദിവസം നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് ഒരു ഓണാശംസകൾ, മാവേലിയുടെ ഒരു ഓണാശംസകളോട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നല്ല നന്മ നിറഞ്ഞ നല്ലൊരു ഓണാശംസകൾ നേരുന്നു. തിരുവോണ നാളിൽ മാവേലി തമ്പുരാൻ നമ്മോടൊപ്പം, ന്യൂസ് നെസ്റ്റിന് വേണ്ടി മാവേലി തമ്പുരാൻ തന്നെ നമ്മോടൊപ്പം എഴുന്നള്ളിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാവേലി ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. കടൽ കടന്ന് മലേഷ്യക്കപ്പുറം പല രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ മാവേലി പ്രസിദ്ധമാവട്ടെ എന്ന് ആശംസിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.